ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോവാണ്. നമ്മുടെ നൈബറിന് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആളുടെ കൂടെ പീറ്റർ എന്നാണ് പേര്. അപ്പോൾ ആളും പിന്നെ എൻ്റെ ബ്രദറും ഞങ്ങളെല്ലാവരും കൂട്ടി മീൻ പിടിക്കാൻ പോവാം. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ബോട്ട് പിടിച്ച് നിൽപ്പുണ്ട്. വലിയ ആൾ പോരും, പണിയറിയുന്ന ആൾ വേറെ. അതെ. ഒരു വീക്കെൻഡ് ബാർബിക്യൂ പാർട്ടി, അതായത് നമ്മുടെ നെയ്ബർ നമ്മളൊക്കെ കൂടിയിട്ട് ഒരു ബാർബിക്യൂ ഡിന്നർ. അപ്പോൾ അതിൻ്റെ ഒരു സംസാരവും മോളത്തിനൊക്കെ ഇടയിൽ പീറ്റർ നമ്മുടെ നെയ്ബർ നമുക്കൊരു ഓഫർ തന്നു. അതായത് പുള്ളിയുടെ ബോട്ടിൽ കായലിൽ കൊണ്ടുപോയി ഒരു ദിവസം മീൻ പിടുത്തം. കേട്ടോടനെ ഞാൻ ചാടി പിടിച്ചു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പീറ്റർ എന്ന് പറഞ്ഞ കക്ഷി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മേല് മുഴുവൻ ടാറ്റൊക്കെ ആയി ഒരു അക്വാമാൻ. മീനിനെ കുറിച്ചും ഈ കായലിനെ കുറിച്ചും ഒക്കെ വളരെ അഗാധമായ പരിജ്ഞാനമുണ്ട് പുള്ളിക്ക്. പിന്നെ രണ്ടാമത്തെ കാരണം, ഇത്തരത്തിലുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് മുമ്പുണ്ടായിട്ടില്ല. അപ്പം അത് 3 സീറ്റിൻ്റെ ബോട്ടാണ്. അപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പെങ്ങളും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി ഓക്കെ പറഞ്ഞു, വന്നോട്ടെ, എന്താണെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ഒരു 6-6:30 ആകുമ്പോൾ പുറപ്പെടാം. പുള്ളിയുടെ ബോട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള റാമ്പിൽ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഡോക്കാണ്. അപ്പോൾ അതേനെ ബോട്ട് ഇറക്കി നമുക്ക് ലേക്ക് സെൻറ്റ് ക്ലെയറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലേക്ക് സെൻറ്റ് ക്ലെയർ എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏറ്റവും തൊട്ടടുത്ത ലേക്കാണ്. ഇതൊരു ബോർഡർ സിറ്റിയാണ്. കാനഡയുടെ സദേൺ മോസ്റ്റ് പാർട്ടാണ് വിൻസർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ലേക്ക് സെൻറ്റ് ക്ലെയറിൻ്റെ അപ്പുറത്തെ കര എന്ന് പറയുന്നത് US-ലെ മിഷിഗൻ സ്റ്റേറ്റും ഇപ്പുറത്തെ ഭാഗമെന്ന് പറയുന്നത് കാനഡയുടെ ഒണ്ടാരിയോ പ്രൊവിൻസുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്തേൺ പാർട്ട്, ഈ വെള്ളത്തിൻ്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് ലേക്ക് ഹ്യൂറോണും പിന്നെ ഇപ്പുറത്ത് സദേൺ പാർട്ട് മറ്റേ ലേക്ക് ഏരിയോ ആണ്. ഇത് മൊത്തം ഈ കാനഡയിലെ 5 ഗ്രേറ്റ് ലേക്സിൽ 2 ലേക്കുകളാണ് ഈ ഹ്യൂറോണും ഈരി എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ലേക്ക് സെൻറ്റ് ക്ലെയറിലേക്കാണ് പുള്ളി പോകാമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത്. വീടിൻ്റെ ഒരു 900 മീറ്റർ അല്ലെങ്കിൽ മാറി കഴിഞ്ഞാൽ തന്നെ ഈ ലേക്കിൻ്റെ തുടക്കമായി. അപ്പോൾ നമുക്ക് പക്ഷേ ഈ ബോട്ട് ഇറക്കാൻ ഒരു റാമ്പ് ആണല്ലോ. ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് റോച്ചസ്റ്റർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കൂടെ ഞായറാഴ്ച രാവിലെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ കാര്യം ഞാൻ മുന്നേ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ട എറിയുമ്പോൾ കുളത്തി പിടിക്കാൻ സാധ്യതയില്ലാത്ത സൗകര്യമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഈ വേരേനെ കുളത്തി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണല്ലോ. മീൻ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേ കിട്ടിയില്ല, കൊത്തിയില്ല അത്ര. ഇത് അത്തരത്തിലുള്ളൊരു മീൻപിടുത്തമല്ല. പുള്ളി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മീനുള്ള സ്ഥലം തപ്പി അവിടെ പോയി ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കുന്ന രീതി. അതുപോലെ തന്നെ ഏത് മീനെ വേണമെന്ന് തന്നെ മുൻകൂട്ടി നിശ്ചയിക്കും. അപ്പോൾ പുള്ളിയുടെ ബോട്ടിന് തന്നെ അത്യാവശ്യം നല്ല വിലയുള്ളൊരു ബോട്ടാണ്. അതുകൂടാതെ അതിൽ ഉള്ള ഉപകരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷ് ഫൈൻഡർ, അതുപോലെ തന്നെ ഈ 10-20 അടി താഴ്ചയിൽ 40 അടി ചുറ്റളവിൽ എന്തൊക്കെ സാധനങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പുള്ളിയുടെ മോണിറ്ററിൽ കാണാം. അപ്പം അത്തരത്തിലുള്ള ഫിഷ് സ്കാനർ, പിന്നെ അതുപോലെ തന്നെ ഈ ആങ്കർ, അതായത് ഈ നങ്കൂരോടുന്ന ഉപകരണം തന്നെ 6-in-1 എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് 6 ഫീച്ചേഴ്സുമായിട്ടുണ്ട്. അതിൽ 2 ഫീച്ചേഴ്സ് പുള്ളി ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ മൊബൈലിൽ എല്ലാം കൂടി ഒന്ന് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പം ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് മീനുണ്ടെന്ന് കണ്ടു ഫിഷ് ഫൈൻഡർ മുഖേന. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്സ് പോലെ വേറൊരു ഡിവൈസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ കായലിൽ ഈ ലാൻഡ് മാർക്കുകൾ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ദിശ മാബിനി പോലെ ഉള്ള ഒരു കോമ്പസിൻ്റെ ഒരു നൂതന സാധനം. അപ്പോൾ അത് വെച്ചിട്ടാണ് ആൾ ദിശ നിശ്ചയിച്ച് പോകുന്നത്. ആൾ പറഞ്ഞ ആദ്യം ഹമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ. അപ്പം ഏകദേശം ഒരു 10-18-19 അടി താഴ്ചയുള്ള സ്ഥലത്ത് ഈ ബോട്ട് നങ്കൂരിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ 6-in-1 എന്ന് പറയുന്ന ഈ നങ്കൂരത്തിന് ചെറിയൊരു മോട്ടർ ഘടിപ്പിച്ചിട്ട് അവിടെ എത്തി നമ്മൾ നങ്കൂരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കാനറിൽ 40 അടി ചുറ്റുള്ളത് ഞാൻ പറഞ്ഞില്ലേ മീനുള്ള പ്രദേശം, ഒരുപാട് മീനുള്ള സ്ഥലത്തിന് അവർ സ്കൂൾ എന്നാണ് വിളിക്കുന്നത്, സ്കൂൾ ഓഫ് ഫിഷ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഈ മോണിറ്ററിൽ നോക്കിയിട്ട് അത് ആ ഭാഗത്തേക്ക് ശബ്ദം ഉണ്ടാക്കാതെ പോകാനുള്ള ഒരു ചെറിയ മോട്ടറുണ്ട്. മറ്റേത് ഈ V6 വലിയ സൈസ് മോട്ടറാണ് ഇതിൻ്റെ ബോട്ടിൽ പിടിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ. അപ്പോൾ അത് ഉപയോഗിക്കാതെ തന്നെ നങ്കൂരിട്ട സ്ഥലത്ത് നിന്ന് പതുക്കെ മൂവ് ചെയ്യാൻ പറ്റും, നിശബ്ദമായിട്ട് മൂവ് ചെയ്ത്
മീനുള്ള സ്ഥലത്ത് പോയിട്ട് ചൂണ്ടയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മാത്രമല്ല എൻ്റെ പെങ്ങൾക്ക് ഒരു ആദ്യത്തെ അനുഭവമാണ്. പിന്നെ നമ്മൾ നാട്ടിൽ ഈ കടൽ കാണുന്ന പോലെയാണ് ഇവിടെ കായൽ, കര കാണാൻ സാധിക്കില്ല. വളരെ അകലെ എത്ര അറ്റത്ത് നമ്മൾ നോക്കിയാലും വെള്ളം പോലത്തെ അപ്പോൾ അവിടെ പോയി ഇത്തരം ഇത് ഫിഷ് സ്കാനർ വെച്ച് ഫിഷ് ഫൈൻഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ചു. പിന്നെ ഈ പറഞ്ഞ ഇതേ നങ്കൂരം തന്നെ നേരിട്ട് സാറ്റലൈറ്റിലേക്ക് കണക്റ്റ് ആവും. അപ്പം ഇപ്പം നമ്മളവിടെ സ്റ്റക്കായാലും ഒക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ ഇതിന് ഉപകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പുള്ളിയുടെ കഴുത്തിൽ റിമോട്ട് തൂക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ നങ്കൂരത്തിൻ്റെ മോട്ടറിനെ നിയന്ത്രിക്കാൻ പുള്ളിക്ക് സാധിക്കും. അതായത് നമ്മൾ ഈ ഹെലി ക്യാമറകളില്ലേ, ഹെലി, അത് നമ്മൾ ജോയ്സ്റ്റിക്ക് വെച്ച് റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ബോട്ടിനെ നമുക്ക് റിമോട്ടിൽ ഈ വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ മീൻ അല്ലെങ്കിൽ കായലിന് താഴെയുള്ള മത്സ്യങ്ങൾ അറിയാതെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മീൻപിടുത്തം തുടങ്ങി. ഇദ്ദേഹത്തിന് മീൻ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ മീനുകൾ കിട്ടുന്നുണ്ട്. പെർച്ചാണ് കൂടുതലും കിട്ടുന്നത്. പെർച്ചെന്ന് പറഞ്ഞ മത്സ്യം ആ കായലിൽ പെർച്ച്, അല്ലെങ്കിൽ പിക്കറിൽ, വാല, കാർപ്പ്, റാപ്പീസ്, പിന്നെന്താ ബാസ്, അങ്ങനെ വലിയൊരു മത്സ്യസമ്പത്ത് തന്നെയുണ്ട്. പിന്നെ ഇത് US-നടുത്തായതുകൊണ്ട് അമേരിക്കൻസും അവിടെ മീൻ പിടിക്കാൻ പറ്റും. അപ്പം അവരുടെ ലൈസൻസ് എനിക്ക് തോന്നുന്ന ഒരു പെർച്ചൊക്കെ ആണെങ്കിൽ അവർക്ക് 25 എണ്ണം കീപ്പ് ചെയ്യാം. നമ്മൾ കനേഡിയൻ ഫിഷിംഗ് ലൈസൻസ് ഉള്ള നമുക്ക് 50 മീനോളം കീപ്പ് ചെയ്യാം. അപ്പോൾ അവരും ഉണ്ട്. പിന്നെ ഇതേ ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് നമ്മൾ കടലിൻ്റെയൊക്കെ കര കാണാൻ പറ്റാത്ത അകലത്താണെങ്കിലും ഇത്തരം ആളുകൾ വീക്കെൻഡ് ആയതുകൊണ്ട്, ശനി ഞായറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ നമ്മളെത്തി കഴിഞ്ഞ് കുറച്ചായിട്ട് ഓരോരുത്തരായിട്ട് ഓരോ ബോട്ടായിട്ട് വരും. അപ്പോൾ അവിടെ ഒരു സമ്മേളനം പോലെ ബോട്ടുകളുണ്ട്. അതായത് നമ്മൾ മാത്രമല്ലാതെ പിന്നെയും ഇതുപോലെ വന്നിട്ടുള്ള ആളുകളുണ്ട്. കാരണം ഫിഷ് ഫൈൻഡറും ഈ പറഞ്ഞിട്ടുള്ള മാപ്പുകളൊക്കെ നയിക്കുന്നത് ഒരു ദിവസം മീൻ ഏറ്റവും അടുത്ത്, കരയിൽ നിന്ന് ഏറ്റവും അടുത്ത് എത്ര അകലത്തായിരിക്കുന്നതാണല്ലോ. ഏറ്റവും അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് കര കാണാനില്ലെങ്കിലും ഏകദേശം ഇതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യും. പിന്നെ ഞാൻ പോയിട്ടുള്ള സുഹൃത്ത് സോഷ്യൽ മീഡിയ മുഖേനയും പിന്നെ പ്രൊമോഷൻ വർക്ക് മുഖേന അത്യാവശ്യം ഫേമസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പാസ് ചെയ്യുന്ന കാണുമ്പം ബാക്കി മീൻപിടുത്തക്കാർ, അമേച്ചറായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ പുള്ളി പോപ്പുലർ ആയതുകൊണ്ട് പുള്ളീനെ ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മീനുകൾ കിട്ടി തുടങ്ങി. എൻ്റെ പെങ്ങൾക്ക് മീനുകൾ കിട്ടി തുടങ്ങി. എനിക്ക് മാത്രം എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഞാൻ പാടുപെട്ടു. എനിക്ക് മാത്രം ഈ മീനുകൾ കൊത്തുന്നില്ല. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനതിനു മുമ്പ് ഈ ലൈവ് ബെയ്റ്റ്, അതായത് വര ഉപയോഗിച്ച് മാത്രമേ മീൻ പിടിച്ചിട്ടുള്ളൂ. ഇവരുപയോഗിക്കുന്നത് മീനിൻ്റെ ആകൃതിയിലുള്ള റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പം അത് ആർട്ടിഫിഷ്യൽ ബെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മീനെന്ന് അല്ലെങ്കിൽ ബെയ്റ്റ് എര എന്ന് മീനിന് തോന്നണം. നമ്മൾ പിടിക്കാൻ പോകുന്ന മീനിന് എര എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മളതിനെ ചലിപ്പിക്കണം. പിന്നെ ആദ്യത്തെ കൊത്തിൽ തന്നെ നമ്മൾ വലിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വൈദഗ്ധ്യ കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യത്തെ മീൻ കിട്ടിയത് ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു 9 മണിക്കൂറോളം നമ്മൾ കായലിലുണ്ടായിരുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരിക്കലും മറക്കില്ല. പിന്നെ പല വലിയ മീനുകളെയും കണ്ട്. ഇപ്പം ഫ്രഷ് വാട്ടർ ഷാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന മസ്കി എന്ന് പറഞ്ഞ മീൻ, അത് ഏകദേശം ഒരു 5-6 അടി നീളം ഉണ്ടാവും അത്. അപ്പം അത് ഈ ബോട്ടിന് താഴെ കൂടെ പോകുന്ന സീന് കണ്ടു. പിന്നെ ഒരുപാട് മീനുകളെ പിടിച്ചു. ബാസ് കിട്ടി, പെർച്ച് കിട്ടി, വാല കിട്ടി. അതിൽ ബാസും പിന്നെ അധികം വലുപ്പമില്ലാത്ത പെർച്ചുകളൊക്കെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഉപേക്ഷിക്കാൻ പുള്ളി പറഞ്ഞു. ഒരു 10-27ഓളം മീനും പിന്നെ ഒരു വാലയും, അതായത് പെർച്ചും പിന്നെ വാലയും ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. എന്തായാലും അതൊരു ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന്.
അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി ഈ പറഞ്ഞ പോലെ നങ്കൂരം ഇറക്കി അവിടെ കുറച്ച് നേരം മീൻ നോക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്പീഡിൽ നല്ലോണം വിട്ടടിച്ച് അടുത്ത സ്പോട്ടിൽ പോകും. അങ്ങനെ അവിടെ മീൻ നോക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്കും ചേട്ടനും ഞങ്ങൾക്ക് 2 പേർക്ക് 2 ചൂണ്ട വീതം തന്നു. ആൾ 2 റോഡ് വെച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. വലിയ മീനിനെ പിടിക്കാൻ വേറെ, ചെറിയ മീനിനെ പിടിക്കാൻ വേറെ. നമുക്ക് 2 പേർക്ക് ഓരോന്ന് ഇതും തന്നു. അപ്പോൾ ആളതൊക്കെ സെറ്റ് ചെയ്ത് പുളിയാക്കി തന്നു. എൻ്റെ അമ്മോ, മീൻ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടിയില്ല ഹാപ്പിനെസ്സിലായിരുന്നു ഞാൻ നിന്നായിരുന്നത്. ഭാഗ്യത്തിന് അവസാനമായപ്പോൾ 1 2 ഒക്കെ കിട്ടി. പക്ഷേ ദ എക്സ്പീരിയൻസ് വാസ് അമേസിങ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. One, two, three, four. It's huh? You don't want it? It's not good taste. Oh, okay. അയ്യോ, സങ്കടം കളയണോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സെൻറ്റ് ക്ലിയർ ലേക്കിലാണ്. ഇപ്പോഴും മീനെ പിടിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാം ചെറിയ ചെറിയ മീനുകളാണ് കിട്ടിയേക്കണേ. ഇനി നമുക്ക് വലിയ മീൻ കിട്ടാനുള്ള കാത്തിരിപ്പിലാണ്. നമ്മൾ പിടിക്കണ മീനുകൾക്ക് അത് ഇവിടെയാണ് ഇട്ട് വയ്ക്കണേ. പിന്നെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം. നമുക്ക് ഇതുവരെ കിട്ടിയ മീനുകൾ കണ്ട, കുറേ 2-3 ചത്തു, 2-3 പുഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പേസിലാണ് നമ്മൾ മീനിട്ട് വയ്ക്കുക. അതെ, വേറെയും ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട്, സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫിഷിങ് ഏതാണ്ട് നമ്മൾ അവസാനിപ്പിച്ചു. അറൗണ്ട് 23
പ്ലസ് ഫിഷസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വേലയെന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ടായിരുന്നു. അത് റെയറാണ്, ഈ ഒരു സീസണിൽ അത് കിട്ടുക എന്നുള്ളത് റെയറാണ്. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്തെങ്കിലും പറയാണ്ട് നമുക്ക് ഏതൊക്കെ മീനാണ് കിട്ടിയ? പെർച്ച്, പിന്നെ സ്മോൾ ബൗത്ത്, ബാസ്, അത് നമ്മൾ കളഞ്ഞു, പിന്നെ വേല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ 3 പേരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്.